T20 വേൾഡ് കപ്പിന്റെ ഫൈനൽ നടക്കാൻ പോവാണ് അഹമ്മദാബാദിന്റെ മണ്ണിൽ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നോക്കുവാണെങ്കിൽ ഇത് 4ാമത്തെ ഫൈനലാണ്. അടുപ്പിച്ച് നോക്കുവാണെങ്കിൽ ഇന്ത്യ 4ാമത്തെ ഫൈനലിലോട്ട് എൻ്റർ ആവുന്നത്. 2023 50 ഓവർ വേൾഡ് കപ്പിനകത്ത് നമ്മൾ റണ്ണറപ്പാണ്. 2024 വരുമ്പോഴത്തേക്കും നമ്മൾ ചാമ്പ്യന്മാരാണ് T20 വേൾഡ് കപ്പിനകത്ത്. അതുപോലെ തന്നെ 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ നമ്മൾ ചാമ്പ്യന്മാരാണ്. 2026 വരുമ്പോഴത്തേന് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ആര് ബെറ്റർ ക്രിക്കറ്റ് കളിക്കും, ഭാഗ്യദേവത ആരെ തുണയ്ക്കും, അവർ വിജയിക്കും. നല്ല ക്രിക്കറ്റ് കളിക്കുന്ന ആരായാലും വിജയിക്കട്ടെ. പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ട്രോഫി ഇല്ലാതെ പറ്റത്തില്ല. രോഹിത് ശർമ്മ കാണിച്ചു തന്നു, ഒരു മെത്തേഡ് കാണിച്ചു തന്നു എങ്ങനെയാണ് ICC ട്രോഫി തൂക്കേണ്ടതെന്ന്. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് ഫൈനലിലോട്ട് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ICC ഈവന്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ട്രോഫി വേണം. ട്രോഫി കിട്ടിയില്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും ആ ഗ്രൂപ്പ് സ്റ്റേജ് ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ, എങ്ങനെങ്കിലും ആ സെമിയിലോട്ടൊന്ന് എത്തിയിരുന്നെങ്കിൽ, എങ്ങനെങ്കിലും ഒന്ന് ഫൈനലിലോട്ട് എത്തിയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കാമെന്നുള്ള മട്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഷെൽഫ് നോക്കുവാണെങ്കിൽ രോഹിത് ശർമ്മ പിന്നെയും ട്രോഫി കൊണ്ട് നിറച്ചു. ബാക്ക് ടു ബാക്ക് നോക്കുവാണെങ്കിൽ ഒരു മൈറ്റി ഇന്ത്യൻസ് എന്നൊക്കെ വിളിക്കാം. ബാക്ക് ടു ബാക്ക് ട്രോഫി കൊണ്ട് നിറയ്ക്കുവാണ് ICC ട്രോഫികളുണ്ട്. സോ മറ്റൊരു ട്രോഫി ഇന്ത്യയുടെ പടിവാതിക്കൽ വന്ന് നിൽക്കുവാണ്. T20 വേൾഡ് കപ്പിന്റെ 3ാമത്തെ ട്രോഫി ലോഡിംഗ് ആണോ അല്ലയോ എന്നുള്ളത് ഏതാനും മണിക്കൂർ കഴിയുമ്പോഴത്തേനെ നമുക്ക് അറിയാൻ കഴിയും. സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അവസരമാണ്. നമ്മുടെ സോയിലാണ് മത്സരം നടക്കുന്നത്. ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവിടെ നമ്മളെ തോൽപ്പിക്കാൻ നമുക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഇവിടെ നമ്മൾ ഒരു നല്ല ക്രിക്കറ്റ് കളിച്ചില്ല എങ്കിൽ, നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് നമ്മൾ തോറ്റില്ല എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ട്രോഫി നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു. ഇന്ത്യൻ സോയിലിൽ വന്നിട്ട് നമ്മളെ തോൽപ്പിക്കുക എന്ന് വെച്ചാൽ വളരെ പ്രയാസം. എതിർ ടീമുകൾ ഭയപ്പെടുന്നത് ഇന്ത്യ എന്ന ടീമിനെ, ഇന്ത്യ എന്ന ഈ സോയിലിനെയാണ്. ഈ മണ്ണിനെ നമുക്കറിയാവുന്ന പോലെ ആർക്കറിയാം ഇത്ര ബെറ്റർ ആയിട്ട്. സോ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ത്യയുടെ മണ്ണിൽ വെച്ച് കപ്പടിക്കുക എന്ന് വെച്ചാൽ. അടുത്ത 2027 50 ഓവർ നടക്കുന്നത് സൗത്ത് ആഫ്രിക്ക വെച്ചാൽ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കണ്ടീഷനാണ്. 2028 അടുത്ത T20 വേൾഡ് കപ്പ് വരാവുന്നത്. അത് ആസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും വെച്ചാണ് നടക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ എല്ലാ റിസോഴ്സസും ഉപയോഗിക്കുക. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീം നല്ലൊരു ഫോമിലാണ്, ബാറ്റിങ്ങിൽ നല്ലൊരു ഫോമിലാണ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ തോറ്റു എങ്കിലും അത് കഴിഞ്ഞുള്ള മത്സരങ്ങളെല്ലാം നല്ല മാർജിനിൽ ഇന്ത്യക്ക് ജയിക്കാനായി. ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരെല്ലാം ക്ലിക്ക് ആവുന്നതായിട്ട് കണ്ടു. ഇന്ത്യയുടെ ബോക്സ് നോക്കുവാണെങ്കിൽ ബാറ്റിങ്ങിൽ ക്ലിക്ക് ആവുന്നു. ബോളിങ്ങിൽ നോക്കുവാണെങ്കിൽ ചെറിയ കൺസേൺ ഒക്കെ ഉണ്ടെങ്കിലും ബുംറയും ഹാർദിക് പാണ്ഡ്യയൊക്കെ തരുന്ന ഒരു കോൺഫിഡൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലുതാണ്. പിന്നെ ഫീൽഡിങ്ങിൽ കഴിഞ്ഞ കളി നമുക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അക്ഷർ പട്ടേൽ തന്നൊരു കോൺഫിഡൻസ്. ആ ഒരു കോൺഫിഡൻസുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ടൈറ്റിൽ ഹോൾഡ് ചെയ്യാൻ കഴിയും. ചെറിയ ചെറിയ പ്രശ്നങ്ങളും കൺസേണും ഒക്കെ ഉണ്ട്. അത് ഇന്ത്യൻ ടീമിലും ഉണ്ട്, അത് ന്യൂസിലാൻഡ് ടീമിലും ഉണ്ട്. ഞായറാഴ്ച ആരാണ് ഇതിനെല്ലാം നല്ലപോലെ ടാക്കിൾ ചെയ്യുന്നത്, ആരാണ് അവർ റിസോഴ്സസിനെ നല്ലപോലെ ഉപയോഗിക്കുന്നത്? 2026 വിശ്വകിരീടം അവർക്ക് ചൂടാൻ കഴിയും. സോ നമുക്കിത് നേരെ പിച്ച് റിപ്പോർട്ടിലോട്ട് പോയാലോ. അഹമ്മദാബാദിലെ പിച്ച് നമുക്കറിയാം. ഇവിടെ മെയിൻലി യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് സോയിൽ പിച്ചാണ്. പക്ഷേ പുറത്തോട്ട് വരുന്ന റിപ്പോർട്ട് പ്രകാരം ബ്ലാക്കും റെഡ് സോയിലും കൂടെ ചേർന്ന ഒരു പിച്ചാണ് ഇവിടെ ഒരുക്കാൻ പോകുന്നത്. അതായത് പിച്ച് നമ്പർ 3 ആണെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ മത്സരത്തിൽ ഉപയോഗിച്ച അതേ പിച്ച് തന്നെയാണ് യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്. പിച്ച് റെഡും ബ്ലാക്ക് സോയിലും കൂടെ ചേർന്നുള്ള ഒരു മിക്സ് ആയിട്ടുള്ള ഒരു പിച്ചായിരിക്കും. ഈ മിക്സ് ആയിട്ടുള്ള പിച്ച് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്റിങ്ങിനും ബോളിങ്ങിനും ഒരേപോലെ പിന്തുണ നൽകുന്ന പിച്ചുകളായിരിക്കും. ഇപ്പോഴത്തെ ഇന്ത്യയുടെ മത്സരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ചെപ്പോക്ക് അല്ലെങ്കിൽ കൊൽക്കത്ത അല്ലെങ്കിൽ ലാസ്റ്റ് നടന്ന വാങ്കഡെ, ഇവിടെയെല്ലാം നോക്കുവാണെങ്കിൽ ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിരുന്നു. ബോളർമാർക്ക് നോക്കുവാണെങ്കിൽ ഓഫ് ഡേ ആയിരുന്നു. പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് പ്രകാരം ബാറ്റിങ്ങിനും ബോളിങ്ങിനും ഒരേപോലെ ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു പിച്ചായിരിക്കും ഇവിടെ ഒരുക്കുന്നത്. അതായത് ബ്ലാക്കും റെഡ് സോയിലും കൂടെ ചേർന്ന ഒരു മിക്സ് ആയിട്ടുള്ള ഒരു പിച്ചാണ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഒരുക്കുന്നത്. എന്താണ് ഈ പിച്ചിന്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ പേസർമാർക്ക് എക്സ്ട്രാ ബൗൺസ് കിട്ടും, ബോളിന് മൂവ്മെന്റ് കിട്ടും. ഫുൾ ലെങ്ത് ഡെലിവറിയിൽ ലെങ്ത് ബോൾ എറിയുവാണെങ്കിൽ ബോളിന് മൂവ്മെന്റ് കിട്ടും. ഇന്ത്യ നോക്കുവാണെങ്കിൽ ഇന്നലെ വാങ്കഡയിൽ മനോഹരമായിട്ട് ബോൾ ചെയ്തു. ഇംഗ്ലണ്ടിന്റെ ബോളർമാർ നോക്കുവാണെങ്കിൽ ഹിറ്റ് ഹാർഡ് എറിയുന്ന ബോളർമാരാണ്. ജോ ഫാർച്ചർ ആണെങ്കിലും ജേമി ഓട്ടൺ ആണെങ്കിലും ഹിറ്റ് ഹാർഡ് എറിയുന്ന ബോളർമാരാണ്. പക്ഷേ ഇന്ത്യയുടെ ബോളർമാർ നോക്കുവാണെങ്കിൽ ഫുൾ ലെങ്ത് ഡെലിവറി എറിയുന്ന ബോളർമാരാണ്. കറക്റ്റ് ലെങ്തിൽ എറിഞ്ഞ് ബോളിന് മൂവ്മെന്റ് കൊണ്ടുവരുന്ന ബോളർമാരാണ്. നമ്മൾ കണ്ടു ഹാർദിക് പാണ്ഡ്യ എങ്ങനെയാണ് ഫിലിപ്പ് സോൾട്ടിന്റെ വിക്കറ്റ് എടുത്തതെന്ന്. ആ ഒരു മൂവ്മെന്റ് കിട്ടും ഏർലി ഓൺ പവർ പ്ലേക്കകത്ത്. അതുപോലെ തന്നെ പേസ് ഓഫ് ചെയ്ത് ബോൾ ചെയ്യുവാണെങ്കിൽ സ്ലോ ബോൾ സ്ലോ കട്ടറൊക്കെ ചേർത്ത് എറിയുവാണെങ്കിൽ വിക്കറ്റ് കിട്ടും. എങ്ങനെയാണ് സൗത്ത് ആഫ്രിക്ക നമ്മളെ ട്രാപ്പിലാക്കി? സ്ലോ ബോൾ പെർസെൻറ്റേജ് നോക്കുവാണെങ്കിൽ 70% 30% മാത്രമേ ഉള്ളായിരുന്നു അവർ പേസ് ഇട്ട്. നോക്കുവാണെങ്കിൽ കൂടുതൽ അവർ പേസ് ഓഫ് ചെയ്താണ് ഇന്ത്യക്കെതിരെ അവർ മത്സരം ജയിച്ചത്, ഇന്ത്യയുടെ ബാറ്റ്സ്മാരെ സ്ട്രഗിൾ ആക്കി. സോ ആദ്യത്തെ പവർ പ്ലേ വളരെ ക്രൂഷ്യലാണ്. ഇവിടെ വിക്കറ്റ് കൊണ്ട് കളയരുത്, 2 വിക്കറ്റ് ഒന്നും കൊണ്ട് കളയരുത്. അഭിഷേക് ശർമ്മയൊക്കെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് ബാറ്റ് ചെയ്യണം. അഭിഷേക് ശർമ്മയുടെ കാടൻ അടിക്കൊന്നും പോകാതിരിക്കുക. അല്പം കൂടെ ഈഗോ ഒക്കെ ഒന്ന് മാറ്റി വെച്ച് അഭിഷേക് ശർമ്മ വിക്കറ്റ് കൊണ്ട് കളയാതെ സഞ്ജു സാംസണുമായിട്ട് ചേർന്ന് ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒരു 6 ഓവറിനകത്ത് ഒരു 45 റൺസൊക്കെ വന്നാലും ഈ പിച്ച് ബെറ്ററാണ്. പിന്നെ 7 മുതൽ 15 വരെ ഓവറിനകത്ത് സ്പിന്നർമാർ റോളിലോട്ട് വരും, പ്രത്യേകിച്ച് ഫിംഗർ സ്പിന്നർമാർ. എനിക്ക് ഈ പിച്ചിനകത്ത് ഒരു ഫയർ എന്ന് പറഞ്ഞാൽ സാറ്റ്നറിനെയും രച്ചിൻ രവീന്ദ്രയാണ്. ഇവർ രണ്ടുപേരും നോക്കുവാണെങ്കിൽ 78ന്റെ സ്പീഡ് 75ന്റെ സ്പീഡിൽ
അത് പേസ് ഓഫ് ചെയ്ത് ബോൾ ചെയ്യുന്ന ബോളർമാരാണ്, ഫ്ലോർ ത്രൂ ദ എയർ എറിയുന്ന ബോളർമാരാണ്. രച്ചിൻ രവീന്ദ്ര നോക്കുവാണെങ്കിൽ മനോഹരമായിട്ട് ബോൾ ചെയ്തു, ഫ്ലോർ ത്രൂ ദ എയർ മനോഹരമായിട്ട് എറിഞ്ഞു, പേസ് ഓഫ് ചെയ്ത് രച്ചിൻ രവീന്ദ്ര ബോൾ ചെയ്യുന്നു. സോ രച്ചിൻ രവീന്ദ്രയ്ക്കും സാർണറിനും പറ്റിയ ഒരു പിച്ചായിരിക്കും 7 മുതൽ 15 വരെയുള്ള ഓവറിൽ. ബോളിന് ഗ്രിഫ്റ്റ് കിട്ടും, ബോളിന് ടോസ് ചെയ്യും. സ്കോർ നോക്കുവാണെങ്കിൽ അല്പം ഒന്ന് സ്ലോ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഒരു സ്റ്റേജിൽ ഇന്ത്യക്ക് ഒരു 2 വിക്കറ്റ് അല്ലെങ്കിൽ 3 വിക്കറ്റ് മാത്രമേ 15 ഓവറിനകത്ത് പോകാൻ പാടുള്ളൂ. ഒരു 140 റൺസൊക്കെ നമുക്ക് അവിടെ കണ്ടെത്താൻ കഴിയുവാണെങ്കിൽ, ഒരു 130 മുതൽ 140 റൺസൊക്കെ കണ്ടെത്താൻ കഴിയുവാണെങ്കിൽ ബെറ്റർ സ്കോർ ആയിരിക്കും. പിന്നെ ലാസ്റ്റ് 5 ഓവറാണ്, അവിടെ ബാറ്റ്സ്മാൻമാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. പക്ഷേ ഇന്ത്യയുടെ ബോളർമാരാണെങ്കിലും ന്യൂസിലാൻഡിന്റെ ബോളർമാരാണെങ്കിലും, പ്രത്യേകിച്ച് ബുംറയും അർഷ്ദീപ് സിംഗും എങ്ങനെയാണ് ആ ഡെത്ത് ഓവർ എറിയാൻ പോകുന്നത്, പേസ് ഓഫ് ചെയ്യണോ, യോക്കർ ലെങ്ത് എറിയണോ, എങ്ങനെ മാക്സിമം റൺസ് കുറയ്ക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റേജിൽ എങ്ങനെയും റൺസ് കൂട്ടാൻ ശ്രമിക്കുക. ന്യൂസിലാൻഡ് ആണെങ്കിൽ സ്ലോ ബോളുമായിട്ട് സ്ലോ കട്ടറുമായിട്ടൊക്കെ വരും. സോ മാക്സിമം റൺസ് അടിച്ചു കൂട്ടാൻ ശ്രമിക്കുക. ലാസ്റ്റ് 5 ഓവറിനകത്ത് ഒരു 70 റൺസ് ഒക്കെ കണ്ടെത്താൻ കഴിയുവാണെങ്കിൽ, സോ ഇവിടുത്തെ ഒരു ആവറേജ് സ്കോർ പ്രഡിക്ഷൻ ചെയ്യുന്നത് 170 മുതൽ 190 വരെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ടോസ് നോക്കുവാണെങ്കിൽ ഇവിടെ ഡ്യൂവിൻ്റെ ഒരു ഫാക്ടർ ഉണ്ട്. ഇപ്പം കെമിക്കലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നെങ്കിലും ഡ്യൂ ഒരു ഫാക്ടർ തന്നെയാണ്. സോ ടോസ് ഒരു ഫാക്ടറാണ്. സൂര്യകുമാർ യാദവിന് ടോസ് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പാടില്ല. കഴിഞ്ഞ കളി നമ്മൾ കണ്ടായിരുന്നു, സൂര്യകുമാർ യാദവ് പ്രിഫർ ചെയ്യുന്നത് ബാറ്റിംഗ് ഫസ്റ്റ് ആണ്, ഒരു നല്ലൊരു ടോട്ടൽ സെറ്റ് ചെയ്യുക. ഡ്യൂ ഉണ്ടെങ്കിലും മുംബൈയിലും ഡ്യൂ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇന്ത്യയുടെ ബോളർമാർ ബെറ്റർ ആയിട്ട് ബോൾ ചെയ്തു. അതിനുള്ള മെയിൻ കാരണം ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ നോക്കുവാണെങ്കിൽ നല്ല ഒരു സ്കോർ ബോർഡിനകത്ത് വെച്ചു, ബോളർമാർക്ക് കോൺഫിഡൻസ് കൊടുത്തു. സൂര്യകുമാർ യാദവ് എനിക്ക് തോന്നുന്നു ഇവിടെ ടോസ് കിട്ടുവാണെങ്കിൽ ബാറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടുത്തെ ഒരു ഹെഡ് ടു ഹെഡ് പരിശോധിക്കുകയാണെങ്കിൽ പഴയതിലോട്ട് ഞാൻ പോകുന്നില്ല. ഈ T20 വേൾഡ് കപ്പിനകത്ത് പരിശോധിക്കുകയാണെങ്കിൽ 6 കളിയിൽ നിന്നായിട്ട് 4 കളിയിൽ ബാറ്റിംഗ് ഫസ്റ്റ് വിജയിക്കുകയും 2 കളിയിൽ ബാറ്റിംഗ് സെക്കൻഡ് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ബാറ്റിംഗ് ഫസ്റ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ കണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കയെതിരെ ഇന്ത്യക്കും ബാറ്റ് ചെയ്യാനായിരുന്നു താല്പര്യം, പക്ഷേ സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ ബോൾ ചെയ്യാൻ പറഞ്ഞു വിടുമായിരുന്നു. സോ ന്യൂസിലാൻഡ് നോക്കുവാണെങ്കിൽ ഏത് പ്ലാനുമായിട്ടാണ് വരുന്നത് നോക്കുവാണെങ്കിൽ 2 കളിയിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യ സ്ട്രഗിൾ ചെയ്തതായിട്ട് ന്യൂസിലാൻഡ് കണ്ടു. സോ ന്യൂസിലാൻഡ് ഇന്ത്യയെ ചേസിന് വേണ്ടി ഇടുമെന്നുള്ളത് കണ്ടത്. സോ വേൾഡ് കപ്പ് ഫൈനലിനകത്തൊക്കെ എല്ലാ ടീമും നോക്കുന്ന നല്ലൊരു സേഫ് ആയിട്ടുള്ള സ്കോർ കണ്ടെത്തുക, അതിനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുക. അറിയില്ല ഇവിടെ എന്ത് പ്ലാനുമായിട്ടായിരിക്കും ന്യൂസിലാൻഡ് വരിക എന്നുള്ളത്. സോ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ആൾമോസ്റ്റ് തോന്നുന്നു നല്ലൊരു ടോട്ടൽ കണ്ടെത്തി അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ പോകുമായിരിക്കും. ഇന്ത്യയുടെ കയ്യിൽ ബുംറയുണ്ട്, അർഷ്ദീപ് സിംഗ് ഉണ്ട്. സോ ഇന്ത്യ പ്രിഫർ ചെയ്യുന്നത് ഇവിടെ ബാറ്റിംഗ് ആയിരിക്കാൻ ചാൻസ് കൂടുതലാണ്. എന്ത് തീരുമാനമാണ് സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറൊക്കെ എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരു ദിവസം കൊണ്ട് കാത്തിരുന്ന് കാണാം. പിന്നെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈറ്റിന് കുറച്ച് പ്രശ്നമുണ്ട്. അതുകൊണ്ട് നൈറ്റിൽ നടക്കുന്ന മാച്ചിൽ ക്യാച്ചസ് ഇവിടെ ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതൽ. നോക്കുവാണെങ്കിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ലൈറ്റ് നോക്കുവാണെങ്കിൽ സ്റ്റേഡിയത്തിൻ്റെ മേളിൽ നോക്കുവാണെങ്കിൽ ലൈറ്റ് ടാഗ് ചെയ്ത് വെച്ചേക്കുക, ഇങ്ങനെ ചുറ്റും ടാഗ് ചെയ്ത് വെച്ചേക്കുക. പക്ഷേ വാങ്കഡെ സ്റ്റേഡിയത്തിലോട്ടൊക്കെ പോകുമ്പോഴത്തേനും വലിയ ഫ്ലഡ് ലൈറ്റാണ്, 4 സൈഡ് നോക്കുവാണെങ്കിൽ ലൈറ്റാണ്, നല്ല വെട്ടമായിരിക്കും. പക്ഷേ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലോട്ട് എല്ലാവരും പറയുന്ന ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റിന് കുറച്ച് പ്രശ്നമുണ്ട്. സോ രാത്രി നടക്കുന്ന മത്സരങ്ങളിൽ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇന്ത്യൻ ടീം നമുക്കറിയാം ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഒരു ടീമാണ്. കഴിഞ്ഞ കളിയിലാണ് ഇന്ത്യ ബെറ്റർ ആയിട്ട് ക്യാച്ചസ് എടുത്തത്. അതിനു മുമ്പ് നോക്കുവാണെങ്കിൽ ഇന്ത്യ ഇതുവരെ 13 ക്യാച്ചസ് വിട്ട് കളഞ്ഞിട്ടുണ്ട്. സോ ഇന്ത്യൻ ടീം വളരെ ശ്രദ്ധിക്കുക. സോ ഇനി നേരെ ഇന്ത്യൻ ടീമിലോട്ട് പോവാം. ഇന്ത്യൻ ടീമിലോട്ട് പോകുമ്പോൾ നമ്മൾ ബാറ്റിങ്ങിനെ കുറിച്ച് ഇപ്പം വലുതായിട്ട് സംസാരിക്കുന്നില്ല. ഇന്ത്യ ബാറ്റിങ്ങിൽ നോക്കുവാണെങ്കിൽ എല്ലാ ബോക്സും ഇന്ത്യ ടിക്ക് ചെയ്തിട്ടുണ്ട്. സോ വലിയൊരു കൺസേൺ ഇല്ല ബാറ്റിങ്ങിലോട്ട് പോകുമ്പോഴത്തേന്. സോ ചെറിയ 2 കൺസേൺ ഒക്കെ ഉണ്ട് ബാറ്റിങ്ങിൽ, അത് പറയാം. അതിനു മുമ്പായിട്ട് ഇന്ത്യയുടെ ഒരു മെയിൻ കൺസേൺ നോക്കുവാണെങ്കിൽ ബോളിങ്ങിലാണ്. ആരാണ് ഇന്ത്യയുടെ 6 ബോളർ? ബുംറ, അർഷ്ദീപ് സിംഗ്, ഹാർദിക് പാണ്ഡ്യ, അക്ഷർ പട്ടേൽ, വരുൺ ചക്രവർത്തി, 5 മെയിൻ ബോളർമാരുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ബോളർമാർ ഓഫ് ഡേ ആകുമ്പോഴത്തേന് ഇന്ത്യയുടെ നമ്പർ 6 ബോളർ ആരാണെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു ഭയമുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടു വരുൺ ചക്രവർത്തി അവിടെ ഓഫ് ആവുന്നു. ഏകദേശം 60+ റൺസ് വരുൺ ചക്രവർത്തി അവിടെ വഴങ്ങുന്നു. സോ എന്ത് പറ്റി? അക്ഷർ പട്ടേലിന്റെ ഒരു ഓവർ എറിയിക്കാൻ കഴിഞ്ഞില്ല. ബുംറയെ നേരത്തെ കൊണ്ടുവരേണ്ടതായിട്ട് വന്നു, അർഷ്ദീപ് സിംഗിനെ നേരത്തെ കൊണ്ടുവരേണ്ടതായിട്ട് വന്നു. ഇന്ത്യയുടെ പ്ലാൻ അവിടെ വർക്കൗട്ട് ആയില്ല, ബുംറയെ നേരത്തെ കൊണ്ടുവരേണ്ടതായിട്ട് വന്നു. ഇന്ത്യയുടെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ നമ്പർ 6 ബോളർ ആരാണെന്നുള്ള കാര്യത്തിലാണ് സംശയം. ഇനിയിപ്പോൾ സിറാജിനെ ടീമിലോട്ട് ഇടുവാന്ന് വെച്ചാൽ ടീം കോമ്പിനേഷനകത്ത് മൊത്തം മാറ്റം വരും. സോ എനിക്ക് തോന്നുന്നില്ല അത് ലോജിക്കാണെന്ന് തോന്നുന്നില്ല. സോ ഈ പിച്ച് പരിശോധിക്കുവാണെങ്കിൽ സിറാജിനെ സംബന്ധിച്ചുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. സോ സിറാജ് വരുവാണെങ്കിൽ ബാറ്റിംഗ് കോമ്പിനേഷനകത്ത് മാറ്റം വരും. അത് എനിക്ക് തോന്നുന്നില്ല എങ്ങനെ വർക്കൗട്ട് ആവും. ശിവൻ ദുബെ ഒന്നും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറേ അല്ല, നല്ലൊരു ബാറ്റ്സ്മാനാണ്, അത് മാറ്റി നിർത്തിയേക്കാം. പക്ഷേ ബോളിങ്ങിനകത്ത് ശിവൻ ദുബെ ആശ്രയിക്കാൻ കഴിയത്തില്ല എന്നുള്ളത് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ശിവൻ ദുബെയുടെ ബോളിംഗ് പെർഫോമൻസ്. സോ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചോളം 6 ബോളിംഗ് ഓപ്ഷൻ ഒരു കൺസേൺ ആണ്. അതുപോലെ തന്നെ വരുൺ ചക്രവർത്തിയുടെ ഫോം ഒരു കൺസേൺ ആണ്. എക്സ് ക്രിക്കറ്റർമാർ പോലും പറയുന്നത് വരുൺ ചക്രവർത്തിയെ ഡ്രോപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. വരുൺ ചക്രവർത്തിയുടെ ആ ഒരു ഫോം നമുക്കറിയാം, നമുക്ക് കാണാൻ കഴിയുന്നത്. ഇംഗ്ലണ്ടിനെതിരെ 64 റൺസാണ് വഴങ്ങിയത്. 64 റൺസ് 4 ഓവറിനകത്ത്.
കേവലം 1 വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞത്. ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞപ്പോഴത്തേന് വരുൺ ചക്രവർത്തിയുടെ ബോളിംഗ് പെർഫോമൻസ് ഡൗൺ ആവും. എക്കണോമി നോക്കുവാണെങ്കിൽ പെർ ഓവറിൽ 14 റൺസ് വെച്ച് വരുൺ ചക്രവർത്തി വഴങ്ങുന്നു. 14 റൺസ് വെച്ച് ഇന്ത്യയുടെ ഒരു പ്രൈം ബോളർ, ICC റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ബോളർ വഴങ്ങുന്നത് ഒരു കൺസേൺ ആണ്. വരുൺ ചക്രവർത്തിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? വരുൺ ചക്രവർത്തിക്ക് 2 തരത്തിലുള്ള ബോൾ ചെയ്യാൻ കഴിയും. ഒന്ന് സ്കിഡ് ചെയ്യുന്ന ബോൾ ചെയ്യാൻ കഴിയും, മറ്റൊരു ബോൾ ഗ്രിഫ്റ്റ് കിട്ടുന്ന ബോളാണ് അറിയുന്നത്. ഗ്രിഫ്റ്റ് കിട്ടുന്ന ബോളിലാണ് വരുൺ ചക്രവർത്തിയുടെ ഫുൾ ലെങ്ത് ഡെലിവറി വരും, ആ ഗൂഗിളി വരും. റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാർ നോക്കുവാണെങ്കിൽ സ്ട്രഗിൾ ചെയ്യാറുള്ളത്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഓസ്ട്രേലിയ സീരീസ് കഴിഞ്ഞതിൽ പിന്നെ ആ ഒരു സ്കിഡ് ബോൾ വരുന്നുണ്ട്, അതായത് പേസ് ഓൺ ചെയ്ത് ബോൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഗൂഗിളി വീഴുന്നില്ല, അതായത് ഗ്രിഫ്റ്റ് കിട്ടുന്നില്ല ബോളിന്. സോ എന്തോ ഒരു ടെക്നിക്കൽ ഒരു എറർ മേ ബി ഓസ്ട്രേലിയ പോയപ്പോഴത്തേന് ഓസ്ട്രേലിയൻ കണ്ടീഷന് വേണ്ടി എറിഞ്ഞ് പ്രാക്ടീസ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ വരുൺ ചക്രവർത്തി വേറെ എന്തോ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അതുകൊണ്ട് വരുൺ ചക്രവർത്തിക്ക് എന്താ സംഭവിക്കുന്നത്? ഫുൾ ലെങ്ത് ഡെലിവറിയേക്കാൾ കൂടുതൽ ഷോർട്ട് പിച്ച് ഡെലിവറിയാണ് വീഴുന്നത്. അതുകൊണ്ട് ബാറ്റ്സ്മാൻമാർക്ക് ഈസി ആയിട്ട് സ്കോർ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അല്പം കൂടെ ഒരു പ്രിഫർ ഞാൻ കുൽദീപ് യാദവിന് കൊടുക്കും. കാരണം കുൽദീപ് യാദവിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ന്യൂസിലാൻഡിനെതിരെ ബെറ്റർ ആണ്. ന്യൂസിലാൻഡ് സീരീസ് നോക്കണ്ട, അവസാനം നടന്ന ന്യൂസിലാൻഡ് സീരീസ് നോക്കണ്ട, ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫൈനലിനകത്ത് 2 വിക്കറ്റ് എടുത്ത ഒരു പ്ലെയറാണ്. ഇന്ത്യയുടെ ഒരു മാച്ച് വിന്നറാണ് കുൽദീപ് യാദവ് ചാമ്പ്യൻസ് ട്രോഫിക്ക് അത് നോക്കുവാണെങ്കിൽ. ന്യൂസിലാൻഡ് സീരീസ് നോക്കുവാണെങ്കിൽ, ലാസ്റ്റ് ന്യൂസിലാൻഡ് സീരീസ് നോക്കുവാണെങ്കിൽ സഞ്ജു സാംസൺ ഔട്ട് ഓഫ് ഫോം അല്ലായിരുന്നു. ഇപ്പോൾ സഞ്ജു സാംസൺ എന്താ പെർഫോമൻസ് ചെയ്യുന്നില്ലേ? എനിക്കറിയാം കുൽദീപ് യാദവ് നോക്കുവാണെങ്കിൽ ODI സീരീസിനകത്ത് നോക്കുവാണെങ്കിൽ അത്ര ബെറ്റർ അല്ലായിരുന്നു ന്യൂസിലാൻഡിനെതിരെ. പക്ഷേ അത് കഴിഞ്ഞു. ബെഞ്ചിലിരിക്കുമ്പോഴത്തേന് എല്ലാവർക്കും അല്പം മൂർച്ച കൂടും. സഞ്ജു സാംസനെ പിടിച്ച് ബെഞ്ചിലിരുത്തിയപ്പോഴത്തേന് മൂർച്ച കൂടിയില്ലയോ? 2 കളി മാച്ച് വിന്നിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചില്ലയോ? ഇന്ത്യൻ ടീമിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കുൽദീപ് യാദവിനെ കളിപ്പിക്കുക വരുൺ ചക്രവർത്തിക്ക് പകരം. വരുൺ ചക്രവർത്തിക്ക് ഒരു റെസ്റ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞല്ലോ, ഈ പിച്ച് നോക്കുവാണെങ്കിൽ റിസ്ക് സ്പിന്നർമാർക്ക് അല്ലെങ്കിൽ മിസ്റ്ററി സ്പിന്നർമാർക്ക് വലിയ ബെനിഫിറ്റ്സ് കൊടുക്കാറില്ല. റാഷിദ് ഖാൻ നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണമാണ്. സോ അറിയില്ല ഇന്ത്യൻ ടീം എന്താണ് ഇവിടെ എടുക്കാൻ പോകുന്ന തീരുമാനം എന്നുള്ളത്. പിന്നെ അഭിഷേക് ശർമ്മയുടെ ഫോം 7 കളിയിൽ നിന്നായിട്ട് 89 റൺസാണ് എടുത്തത്. ഏറ്റവും ഉയർന്ന സ്കോർ 55 റൺസ് സിംബാബ്വേക്കെതിരെയാണ് എടുത്തത്. അവിടെ നോക്കുകയാണെങ്കിൽ ഒരു ബെറ്റർ ആയിട്ട് കളിച്ചില്ലായിരുന്നു. ഒരേ രീതിയിൽ ഓഫ് ബ്രേക്ക് ബോളറെ കൊണ്ടുവരും, അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് എടുക്കും. കഴിഞ്ഞ കളിയിൽ അഭിഷേക് ശർമ്മ ഈഗോയുടെ പുറത്ത് ഔട്ടായി പോയതാണ്. വിൽജാക്ക് അവിടെ വന്നു, ആൾറെഡി 8 റൺസ് എടുത്തിട്ട് നിൽക്കുവാണ് അഭിഷേക് ശർമ്മ. പിന്നെയും വിൽജാക്കിനെ അറ്റാക്ക് ചെയ്യാൻ പോകും. മിഡ് ഓഫിൽ നിന്ന് ഫീൽഡറെ എടുത്തിട്ട് ഡീപ്പിലോട്ട് മാറ്റി ഇട്ടതേ ഉള്ളൂ. അഭിഷേക് ശർമ്മയുടെ മുമ്പിൽ ആ ഫീൽഡറിനെ മാറ്റിയിടുന്നത് കണ്ടത്. കറക്റ്റ് വരുന്നു, പാഡിനകത്ത് ബോൾ ഇട്ട് കൊടുക്കുന്നു, ഒരു റൂം കിട്ടുന്നില്ല, അടിച്ച് ക്യാച്ച് കൊടുത്തിട്ട് അഭിഷേക് ശർമ്മ കയറിപ്പോകുന്നു. അവിടെ സഞ്ജു സാംസന്റെ ക്യാച്ച് ഹാരി ബ്രോക്ക് പിടിച്ചിരുന്നെങ്കിൽ മേ ബി ഇന്ത്യ സ്ട്രഗിൾ ചെയ്തേനെ. ഞാൻ പറഞ്ഞല്ലോ, പവർ പ്ലേക്കകത്ത് ഇന്ത്യക്ക് വിക്കറ്റ് പോകരുത്. എല്ലാ കളിയിലും സഞ്ജു സാംസൺ എന്ന് പറഞ്ഞ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത്. എല്ലാവരും ഒരു കോൺട്രിബ്യൂഷൻ വേണം. എല്ലാ കളിയിലും സഞ്ജു സാംസൺ വിജയിപ്പിക്കും എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ 2023 വിരാട് കോഹ്ലി വിജയിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വിരാട് കോഹ്ലിക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞോ ഓസ്ട്രേലിയക്കെതിരെ? സോ അതുകൊണ്ട് എല്ലാവരുടെയും ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അഭിഷേക് ശർമ്മയെ മാറ്റാനൊന്നും ഞാനിവിടെ ആഗ്രഹിക്കുന്നില്ല. മാറ്റാൻ അത് വർക്ക് ആവത്തുമില്ല. ഇഷാൻ കിഷനെ പെട്ടെന്ന് കൊണ്ടുവന്ന് ഓപ്പണിങ്ങിൽ ഇറക്കുക എന്ന് പറഞ്ഞാൽ അത് വർക്ക് ആവത്തില്ല. സോ ഇഷാൻ കിഷനെ സംബന്ധിച്ചിടത്തോളം നല്ല ബാറ്റിംഗ് ഫോമിലാണ്. പക്ഷേ ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും സ്പിന്നർമാർക്കെതിരെ സ്ട്രഗിൾ ചെയ്യുന്നു. അഭിഷേക് ശർമ്മ സ്ട്രഗിൾ ചെയ്യുന്നത് പാഡിലാണ്. ഓഫ് ബ്രേക്ക് ബോൾ വന്ന് പാഡിൽ എറിയുമ്പോഴത്തേന് കറക്റ്റ് ടൈമിംഗ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ റൂം ഉണ്ടാക്കാൻ കഴിയുന്നില്ല, ക്യാച്ച് കൊടുത്തിട്ട് ഔട്ട് ആവുന്നു, അല്ലെങ്കിൽ ബൗൾഡ് ആവുന്നു. പക്ഷേ ഇഷാൻ കിഷൻ്റെ കേസ് ഡിഫറൻ്റ് ആണ്. ഇഷാൻ കിഷൻ നല്ല രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു സ്പിന്നർ വരുന്നത്. സ്പിന്നർ വന്നിട്ട് ഇഷാൻ കിഷനെതിരെ, ഞാനിത് മുമ്പ് പറഞ്ഞതാണ്, ഔട്ട് സൈഡ് ഓഫ് സ്റ്റമ്പിലാണ് എറിയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓഫ് സൈഡ് നോക്കുവാണെങ്കിൽ ഇഷാൻ കിഷൻ്റെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോൺ അല്ല, ഒരു ഹിറ്റിംഗ് സോൺ അല്ല. ലെഗ് സൈഡ് പ്ലെയർ ആണ് ഇഷാൻ കിഷൻ. സോ കഴിഞ്ഞ കളി നോക്കുവാണെങ്കിലും ആദിൽ റഷീദ് വന്നിട്ട് ഔട്ട് സൈഡ് ഓഫ് സ്റ്റമ്പിൽ ഇട്ട് കൊടുക്കുന്നു. എക്സ്ട്രാ കവറിന് മേലോട് അടിക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ ലോങ്ങിൻ്റെ കയ്യിൽ ക്യാച്ച് കൊടുത്തിട്ട് ഇഷാൻ കിഷനും കയറിപ്പോയി. സോ ഇന്ത്യക്ക് പവർ പ്ലേക്കകത്ത് വിക്കറ്റ് കൊണ്ട് കളയാൻ പാടില്ല. സോ അഭിഷേക് ശർമ്മ സഞ്ജു സാംസന്റെ ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ്, ഒരു 6 ഓവറിൽ വിക്കറ്റ് കളയാതെ ഇവർക്കൊരു പാർട്ണർഷിപ്പ് കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞാലേ ബാക്കി വരുന്ന ഇന്ത്യയുടെ ബാറ്റിംഗ് പവർ ഹൗസ് ശിവൻ ദുബെ, ഹാർദിക് പാണ്ഡ്യ, അക്ഷർ പട്ടേൽ, തിലക് വർമ്മയ്ക്കൊക്കെ ഒരു നല്ല സ്കോർ സെറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ സൂര്യകുമാർ യാദവിൻ്റെ ഫോമും ഇവിടെ ചെറിയൊരു കൺസേൺ ആണ്. ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ ആയിട്ടാണ് ഇപ്പോൾ സൂര്യകുമാർ യാദവ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സൂര്യകുമാർ യാദവിൻ്റെ ഒരു ബെറ്റർ പെർഫോമൻസ് വന്നോ? കഴിഞ്ഞ കളി നോക്കുവാണെങ്കിലും വന്നിട്ടില്ല. സോ അഭിഷേക് ശർമ്മ ഒരു കൺസേൺ ആയിട്ട് അവിടെ നിൽക്കുന്നു. സൂര്യകുമാർ യാദവ് ആ ഒരു അപ് ടു ദ മാർക്ക് അങ്ങോട്ട് വരുന്നില്ല. ഇഷാൻ കിഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൗർബല്യം ഇപ്പോഴും കിടക്കുന്നു. ന്യൂസിലാൻഡ് ബോളർമാർ എന്ന് പറഞ്ഞാൽ വളരെ സ്മാർട്ടായിട്ട് ബോൾ ചെയ്യുന്ന ബോളർമാരാണ്. സാർട്ട്നർ ആയാലും രച്ചിൻ രവീന്ദ്ര ആയാലും ഫിലിപ്സ് ആയാലും. സോ അവർക്കെതിരെയൊക്കെ കളിക്കുമ്പോഴത്തേന് നമ്മുടെ ബെറ്റർ ക്രിക്കറ്റ് കളിച്ചില്ലെങ്കിൽ അവർ നമ്മളെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഈ ഒരു ഏരിയ ഇന്ത്യ ബെറ്റർ ആക്കുമെന്ന് വിചാരിക്കുന്നു. 6 ബോളിംഗ് ഓപ്ഷനിലേക്ക് ഇന്ത്യക്ക് പോകേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ശിവൻ ദുബെ മാത്രമേ നമുക്ക് അവിടെ ഉള്ളൂ. സിറാജിനെ എനിക്ക് തോന്നുന്നില്ല ഈ ടീമിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമെന്ന്.
സോ വരുൺ ചക്രവർത്തി ഇങ്ങനെ ഔട്ട് ഓഫ് ഫോം ആയിട്ട് തുടരുമ്പോഴത്തേന് ഒരു ബെറ്റർ ഓപ്ഷൻ കുൽദീപ് ആണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇന്ത്യൻ ടീം എന്താണ് എടുക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. പിന്നെ ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ സഞ്ജു സാംസൺ തരുന്ന ഒരു കോൺഫിഡൻസ് വളരെ വലുതാണ്. അടുപ്പിച്ച് നോക്കുവാണെങ്കിൽ ആദ്യത്തെ കളിയിൽ 97 എടുക്കുന്നു, ഇന്നലെ നോക്കുവാണെങ്കിൽ 87 തോന്നുന്നു. സൂപ്പറായിട്ട് വന്ന് കളിച്ചു. ഇന്ത്യയുടെ മേലുള്ള പ്രഷറിനെ എടുത്ത് കളയാൻ കഴിഞ്ഞു. ഒരു നിയോഗമായിട്ട് വരുന്നു, ഇതാണ് എൻ്റെ റോള്, ഇതാണ് ഞാൻ ഇന്ത്യൻ ടീമിന് വേണ്ടി ചെയ്യാൻ പോകുന്നത്. ഓരോ ഇന്നിങ്സും ബിൽഡ് ചെയ്യുന്നു. അതായത് പവർ പ്ലേക്കകത്ത് ഒരു സ്കോർ ബിൽഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നോക്കുവാണെങ്കിൽ മിഡിൽ ഓർഡറിനകത്ത് ഒരു സ്കോർ ബിൽഡ് ചെയ്യുന്നു. ലാസ്റ്റ് 7 to 8 ഓവർ ഒരു നല്ല സ്കോറിലോട്ട് ഇന്ത്യയെ കൊണ്ട് എത്തിക്കാൻ വേണ്ടി സഞ്ജു സാംസന്റെ ബാറ്റിംഗ് ഇന്ത്യയെ സഹായിക്കുന്നു. സോ ഫൈനലിനകത്ത് സഞ്ജുവിന് നല്ലൊരു പെർഫോമൻസ് ചെയ്യാൻ കഴിയട്ടെ. പക്ഷേ സഞ്ജുവിന് മുമ്പിലുള്ള ഇനിയും വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡാണ്. ലാസ്റ്റ് ന്യൂസിലാൻഡ് സീരീസ് നോക്കുവാണെങ്കിൽ സഞ്ജുവിൻ്റെ ജീവിതത്തിലെ ഒരു കറുത്ത അധ്യായമാണ്. ഇംഗ്ലണ്ടിനോടുള്ള പ്രതികാരം വീട്ടി ഇംഗ്ലണ്ടിനെ അറഞ്ഞം പുറഞ്ഞം തല്ലി. പക്ഷേ ന്യൂസിലാൻഡിലോട്ട് വരുമ്പോഴത്തേനും ന്യൂസിലാൻഡ് ബോർഡർമാർ അല്പവും കൂടെ ബെറ്ററാണ് ഇംഗ്ലണ്ടിനെ അപേക്ഷിച്ച്. അവിടെ നോക്കുവാണെങ്കിൽ മാറ്റ് ഹെൻറി ആയിട്ട് ഒരു മാച്ചപ്പ് ഉണ്ട്. മാറ്റ് ഹെൻറി നോക്കുവാണെങ്കിൽ ഗുഡ് ലെങ്ത് ഡെലിവറിയിൽ ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ എറിഞ്ഞിട്ട് സഞ്ജു സാംസനെ ഡ്രൈവിന് വേണ്ടി ഓഫർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അപ്പം എഡ്ജായി സ്ലിപ്പിൽ അല്ലെങ്കിൽ കോട്ട് ബിഹൈൻഡ് ആയിട്ട് വിക്കറ്റ് കീപ്പറിൻ്റെ കയ്യിൽ ക്യാച്ച് കൊണ്ട് കൊടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ സഞ്ജു സാംസന്റെ ബെറ്റർ ബാറ്റിംഗ് സോൺ എന്ന് പറഞ്ഞാൽ ലെഗ് സൈഡാണ്. ഒരു എക്സ്ട്രാ ബൗൺസ് ക്രിയേറ്റ് ചെയ്തിട്ട് മിഡോണിൻ്റെ കയ്യിൽ ക്യാച്ച് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെയാണ് ജോ ഫാർച്ചർ എറിഞ്ഞത്, എങ്ങനെയാണ് ഹാരി ബ്രോക്ക് ഒരു ക്യാച്ച് കൊണ്ട് കളഞ്ഞത്, അതുപോലെ ഒരു എക്സ്ട്രാ ബൗൺസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ വിക്കറ്റ് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ മാച്ചപ്പുകളുണ്ട്. ഈ മാച്ചപ്പിനെയൊക്കെ നല്ല ബെറ്ററായിട്ട് ഫോമിൽ നിൽക്കുന്ന ബാറ്റ്സ്മാൻമാർക്ക് നോക്കുവാണെങ്കിൽ മാച്ചപ്പ് ഒന്നും അധികം വർക്ക് ആവത്തില്ല. ആ മാച്ചപ്പിനെയൊക്കെ ബെറ്ററായിട്ട് സഞ്ജു സാംസൺ ഹാൻഡിൽ ചെയ്യട്ടെ. പിന്നെ ന്യൂസിലാൻഡിൻ്റെ സ്പിന്നർമാർക്കെതിരെ ശിവൻ ദുബെയൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നേരത്തെ യൂട്ടിലൈസ് ചെയ്യുക. പ്രത്യേകിച്ച് അവരുടെ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർമാരുണ്ട്. സോ അവരെയൊക്കെ ടേക്ക് ഓൺ ചെയ്യാൻ വേണ്ടി ശിവൻ ദുബെ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫോം ബാറ്ററെ ഇന്ത്യൻ ടീം ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നല്ല സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പ്ലെയറാണ്. നമ്മൾ കണ്ടതാണ് ഇന്നലെ ആദിൽ റാഷിദിനെയൊക്കെ ടേക്ക് ഓൺ ചെയ്യുന്നത്. രച്ചിൻ രവീന്ദ്ര നല്ല സ്മാർട്ടായിട്ട് ബോൾ ചെയ്യുന്ന ബോളറാണ്. നമ്മൾ കണ്ടു ഡേവിഡ് മില്ലറിനെതിരെ ഔട്ട്സൈഡ് ദ ഓഫ് സ്റ്റമ്പിൽ ബോൾ ചെയ്യുന്നു. ഒരു ഹിറ്റിംഗ് സോണിലോട്ട് ലെഗ് സൈഡിലോട്ട് കൊടുക്കാതെ ഔട്ട്സൈഡ് ദ ഓഫ് സ്റ്റമ്പിൽ ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ് രച്ചിൻ രവീന്ദ്ര. അതുപോലെ തന്നെ സ്മാർട്ട് ബോളറാണ് സാർട്ടനറിനെ സംബന്ധിച്ചിടത്തോളം. സോ ഇവരൊക്കെ നോക്കുവാണെങ്കിൽ സ്മാർട്ടായിട്ട് ബോൾ ചെയ്യും. സോ അതിനെയൊക്കെ ടാക്കിൾ ചെയ്യാൻ ശിവൻ ദുബെയ്ക്കും ഹാർദിക് പാണ്ഡ്യയ്ക്കും കഴിയട്ടെ. പിന്നെ തിലക് വർമ്മ തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ. സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലെയർ, സ്വീപ്പ് ഷോട്ട് റിവേഴ്സ് സ്വീപ്പ് കളിക്കാൻ കഴിയാവുന്ന ഒരു പ്ലെയർ. തിലക് വർമ്മ തരുന്ന ഒരു കോൺഫിഡൻസും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഇന്ത്യയുടെ ഒരു മാച്ച് വിന്നർ തന്നെയാണ് തിലക് വർമ്മ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തിലക് വർമ്മയ്ക്ക് നല്ലൊരു റോള് ചെയ്യാനുണ്ട്. പിന്നെ ഇന്ത്യയുടെ ബോളിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ ബുംറ കൊണ്ടുവരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ബുംറയുടെ അവസാനത്തെ 2 ഓവർ ഏത് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി തന്നെയാണ്. റിക്വയർ റൺ റേറ്റ് 15 വേണമായിരുന്നു ഇംഗ്ലണ്ടിന്. ബുംറ വന്ന് 2 ഓവറിൽ കൊടുത്തത് കേവലം 14 റൺസ്. അതായത് ഒരു ഓവറിൽ 15 റൺസ് വേണമായിരുന്നു റിക്വയർ റൺ റേറ്റ്. പക്ഷേ ബുംറ വന്ന് അവിടെ റൺ റേറ്റിനെ കുറച്ചു. സോ അതാണ് ബുംറ തരുന്ന ഒരു കോൺഫിഡൻസ്. ബുംറയുടെ യോക്കർ, അതുപോലെ തന്നെ പവർ പ്ലേക്കകത്ത് വിക്കറ്റ് എടുക്കാൻ കഴിയുന്ന ഒരു ബോളർ, സ്ലോ ബോൾ എറിയാൻ കഴിയുന്ന ഒരു ബോളർ. ഇപ്പോൾ സ്ലോ കട്ടർ നോക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവാണ് ബുംറയുടെ. സോ ബുംറ തരുന്ന ഒരു കോൺഫിഡൻസ്. അർഷ്ദീപ് സിംഗിനെ സംബന്ധിച്ചിടത്തോളം പവർ പ്ലേക്കകത്ത് വിക്കറ്റ് എടുത്താലേ തീരത്തും. അർഷ്ദീപ് സിംഗിനെ നോക്കുകയാണെങ്കിൽ പവർ പ്ലേക്കകത്ത് റൺസ് വഴങ്ങുന്നു. അത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേൺ ആണ്. ഡെത്ത് ഓവറിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഓവർ ബെറ്റർ ആയിട്ട് എറിയുന്നു. പിന്നുള്ള ഓവറിനകത്തും അർഷ്ദീപ് സിംഗ് നോക്കുകയാണെങ്കിൽ റൺസ് വഴങ്ങുന്നു, അടി കൊള്ളുന്നു. ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അർഷ്ദീപ് സിംഗ് പവർ പ്ലേക്കകത്ത് തന്നെ ഒരുപാട് മാച്ചപ്പ് ഉണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഓപ്പണർമാർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഡേഞ്ചറാണ്. സോ അർഷ്ദീപ് സിംഗിൻ്റെ ഗുഡ് ലെങ്ത് ഡെലിവറി, 2 സൈഡിലോട്ട് മൂവ്മെൻറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ബോളറാണ്. ഇന്നലെ നോക്കുവാണെങ്കിൽ റിവേഴ്സിംഗ് കൊണ്ടുവന്നൊരു ബോളറാണ്. T20 ഇന്നലെ റിവേഴ്സിംഗ് കൊണ്ടുവന്നൊരു ബോളറാണ്. സോ ബോളറിൻ്റെ കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷേ വിക്കറ്റ് ടേക്കിംഗ് കിട്ടുന്നില്ല, ഒരു കൺട്രോൾ കിട്ടുന്നില്ല പവർ പ്ലേക്കകത്ത്. സോ ബെറ്റർ ആക്കും അർഷ്ദീപ് സിംഗ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പിന്നെ ന്യൂസിലാൻഡ് ടീമിലോട്ട് പോകുമ്പോഴത്തേനും അവർ ഫിൻ അലനും ടിം സൈഫർട്ടുമാണ് അവരുടെ ഒരു സ്ട്രെങ്ത് നോക്കുകയാണ്. ആ സ്ട്രെങ്തിനെ ക്യാരി ചെയ്യാൻ വേണ്ടി ഗ്ലെൻ ഫിലിപ്സും ഉണ്ട്. ഈ വിക്കറ്റാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ ആയിട്ടുള്ള വിക്കറ്റ്. സോ നേരെ തന്നെ നമുക്ക് മാച്ചപ്പിലോട്ട് പോകാം. ഈ വിക്കറ്റ് എടുക്കാൻ കഴിയുവാണെങ്കിൽ നമുക്ക് ന്യൂസിലാൻഡിനെ തളയ്ക്കാൻ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇതാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ ആയിട്ടുള്ള 3 വിക്കറ്റുകൾ. ഫസ്റ്റ് തന്നെ ഫിൻ അലൻ, ലെഗ് സൈഡിൽ മനോഹരമായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ, സ്ക്വയറിന് മേളിലൂടെയൊക്കെ മനോഹരമായിട്ട് 6 അടിക്കുന്ന ഒരു പ്ലെയറാണ് ഫിൻ അലൻ. ഫിൻ അലനെ തളയ്ക്കണമെങ്കിൽ അർഷ്ദീപ് സിംഗ് വിചാരിക്കണം, അതുപോലെ തന്നെ ബുംറ വിചാരിക്കണം. അതായത് ഫുൾ ലെങ്ത് ഡെലിവറി സ്റ്റമ്പിന് നേരെ എറിഞ്ഞാൽ മാത്രമാണ് ലെഗ് ബിഫോർ ആക്കാൻ കഴിയും, അല്ലെങ്കിൽ ബൗൾഡ് ആക്കാൻ കഴിയും ഫിൻ അലൻ. സോ ഫിൻ അലനെ തളയ്ക്കണമെങ്കിൽ പവർ പ്ലേക്കകത്ത് തന്നെ ബുംറ, അർഷ്ദീപ് സിംഗ് വന്നിട്ട് ഫുൾ ലെങ്ത് ഡെലിവറി എറിയണം, പേസ് ഓഫ് ചെയ്ത് ബോൾ ചെയ്യണം. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ബൗൺസ് ക്രിയേറ്റ് ചെയ്യണം, ഒരു സർപ്രൈസ് ആയിട്ടുള്ള ബൗൺസ് ക്രിയേറ്റ് ചെയ്ത് ലെഗ് സൈഡിനകത്ത് 2 ഫീൽഡർമാരെ ഇട്ടിട്ട് ഫിൻ അലനെ എടുക്കാൻ കഴിയും. സോ ഇതാണ് ഫിൻ അലനെതിരെയുള്ള മാച്ചപ്പ് ഇന്ത്യ ചെയ്യേണ്ടത്.
ഇന്ത്യ അത് ചെയ്യുമായിരിക്കും. പിന്നെ സ്പിന്നർമാർക്കെതിരെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പ്ലെയറാണ്. പക്ഷേ ഔട്ട്സൈഡ് ദ ഓഫ് സ്റ്റമ്പിൽ എറിയുമ്പോൾ, പ്രത്യേകിച്ച് ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർമാർ ഔട്ട്സൈഡ് ദ ഓഫ് സ്റ്റമ്പിൽ എറിയുവാണെങ്കിൽ ലോങ് ഓഫിൻ്റെ കയ്യിൽ ഒരു ചാൻസ് ഉണ്ട് ക്യാച്ച് കൊടുക്കാൻ വേണ്ടി. സോ ഔട്ട്സൈഡ് ദ ഓഫ് സ്റ്റമ്പിൽ ആ ഒരു ഹിറ്റിംഗ് സോണിൽ നിന്ന് വൈഡായിട്ട് എറിയുവാണെങ്കിൽ ലോങ് ഓഫിൻ്റെ കയ്യിൽ ക്യാച്ച് കൊടുക്കാനുള്ള ഒരു ചാൻസും ഫിൻ അലനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സോ അത് ഇന്ത്യൻ ടീം ബെറ്ററായിട്ട് യൂട്ടിലൈസ് ചെയ്യുമായിരിക്കും. പിന്നെ ടിം സൈഫർട്ടാണ്. ടിം സൈഫർട്ടിനെ സംബന്ധിച്ചിടത്തോളം മൂവിങ് ബോൾ, അതായത് പവർ പ്ലേക്കകത്ത് ബോളിന് മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ലെഗ് 4 ആവും. ഇവർ രണ്ടുപേരും നോക്കുവാണെങ്കിൽ ഇവരുടെ ഹിറ്റിംഗ് സോൺ ലെഗ് സൈഡാണ്. ഒരു മൂവിങ് ബോൾ വരുവാണെങ്കിൽ, അർഷ്ദീപ് സിംഗിൻ്റെ ഒരു മൂവിങ് ബോൾ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യയുടെ ലെങ്ത് ബോൾ വരുവാണെങ്കിൽ, ഇന്നലെ ഫിലിപ്പ് സാൾട്ടിനെ ഔട്ടാക്കിയത് കണ്ടില്ലായിരുന്നു. ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ ബോൾ അല്പം ഒന്ന് മൂവ് ആയപ്പോഴത്തേന് ഫിലിപ്പ് സാൾട്ടിനെ വിക്കറ്റ് എടുത്തതുപോലെ ടിം സൈഫറിൻ്റെ വിക്കറ്റ് എടുക്കാൻ കഴിയും. ബുംറ, അർഷ്ദീപ് സിംഗ് അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യയുടെ മൂവിങ് ബോൾ ഒരു നിക്ക് ബാക്ക് ഒക്കെ കിട്ടുവാണെങ്കിൽ ടിം സൈഫർട്ടിനെ എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ലാപ്പ് ഷോട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഫൈനലെങ്കിനകത്ത് ഒരു ഫീൽഡർ ഇടുവാണെങ്കിൽ അവിടെ ക്യാച്ച് കൊടുക്കാനുള്ള ചാൻസും ടിം സൈഫർട്ടിനെ സംബന്ധിച്ചുള്ളതുണ്ട്. ഗ്ലെൻ ഫിലിപ്സ് നോക്കുവാണെങ്കിൽ വളരെ അപകടകാരിയാണ്. നല്ലൊരു ഫോമിലാണ് ഇപ്പോൾ. ഇന്ത്യക്കെതിരെ ഓടിക്കത് ബെറ്റർ ആയിട്ട് പെർഫോമൻസ് ചെയ്തു. പക്ഷേ ഗ്ലെൻ ഫിലിപ്സിനെ സംബന്ധിച്ചുള്ള ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ സ്പിന്നർമാർക്കെതിരെ വിക്കറ്റ് കൊണ്ട് കൊടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ നോക്കുവാണെങ്കിൽ രവീന്ദ്ര ജഡേജ വന്നിട്ട് ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ എറിഞ്ഞു. അവിടെ 30 യാർഡ് സർക്കിളിൻ്റെ അകത്ത് തന്നെ ക്യാച്ച് കൊടുത്തിട്ട് ഔട്ടായിട്ടുണ്ട്. സോ വൈഡായിട്ട് എറിയുവാണെങ്കിൽ ഗ്ലെൻ ഫിലിപ്സ് ഔട്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഷോർട്ട് പിച്ച് ബോൾ ബോഡിയിൽ എറിയുവാണെങ്കിൽ മിഡ് വിക്കറ്റിൻ്റെ കയ്യിൽ ക്യാച്ച് കൊണ്ട് കൊടുക്കാനുള്ള ചാൻസ് ഗ്ലെൻ ഫിലിപ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സോ ഈ ഒരു 3 മാച്ചപ്പ് ഇന്ത്യ ബെറ്ററായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് ന്യൂസിലാൻഡിനെ പിടിച്ചു കെട്ടാൻ കഴിയും. പിന്നെ ഡാരിയൽ മിച്ചൽ നോക്കുവാണെങ്കിൽ നമ്പർ 6 അത്ര ഒരു വലിയൊരു പെർഫോമൻസ് ഒന്നും ഒരു കാഴ്ച വെക്കുന്നില്ല. ആ ഓടി കാണിച്ച ഒരു ഫോമൊന്നും ഡാരിയൽ മിച്ചലും ക്യാരി ചെയ്യുന്നില്ല. രച്ചിൻ രവീന്ദ്ര നോക്കുവാണെങ്കിൽ ഒരു ആങ്കർ റോളൊക്കെ കളിക്കാൻ കഴിയുന്ന ഒരു പ്ലെയറാണ്. തരക്കേടില്ലാത്ത ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്. ടോപ്പ് ഓർഡറിനെ തകർക്കാൻ കഴിയുവാണെങ്കിൽ ഇന്ത്യക്ക് മിഡിൽ ഓർഡറിലോട്ട് കടന്നു കയറാൻ കഴിയും. പിന്നെ ന്യൂസിലാൻഡിന്റെ ബോളിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ബെറ്റർ ദാൻ ഇംഗ്ലണ്ടാണ്. സൗത്ത് ആഫ്രിക്കയോട് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല, പക്ഷേ ബെറ്റർ ദാൻ ഇംഗ്ലണ്ടാണ്. സോ മാറ്റ് ഹെൻറി എന്ന് പറഞ്ഞ ഒരു ത്രെറ്റ് ഉണ്ട്. മേ ബി ജേക്കബ് ടുബി വരാനുള്ള ചാൻസ് കൂടുതലാണ്. ജിമ്മി നേഷത്തെ പുറത്താക്കിയിട്ട് ജേക്കബ് ടുബിയെ കൊണ്ടുവരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ആ ഒരു ഹിറ്റ് അടക്ക് ഹാർഡൊക്കെ എറിയാൻ കഴിയുന്ന ഒരു ബോളറാണ് ജേക്കബ് ടുബി. അതുപോലെ തന്നെ ലോക്കി ഫെർഗൂസൺ ഉണ്ട്. സോ സ്ലോ ബോൾ എറിയാൻ കഴിയാവുന്ന ഡെത്ത് ഓവറിനകത്ത് നല്ല റെക്കോർഡുള്ള ഒരു പ്ലെയറാണ്. ഇന്ത്യക്കെതിരെ ബെറ്റർ റെക്കോർഡുള്ള ഒരു പ്ലെയറാണ് ലോക്കി ഫെർഗൂസനും മാറ്റ് ഹെൻറിയും. സോ ഇവരൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ത്രെട്ടൻ തന്നെ ആയിരിക്കും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം. ഓവറോൾ നോക്കുവാണെങ്കിൽ ന്യൂസിലാൻഡ് ഒരു ബെറ്റർ സൈഡ് തന്നെയാണ്. നമ്മുടെ ബെറ്റർ ക്രിക്കറ്റ് കളിക്കുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ജയിക്കാൻ കഴിയും. സോ എൻ്റെ ഒരു വിന്നിംഗ് പ്രഡിക്ഷൻ നോക്കുവാണെങ്കിൽ 60 ഇന്ത്യ, 40 ന്യൂസിലാൻഡ്.